എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോയും ആ ഡീമണും അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ആ ലെജൻഡറി ലീഫുമായി ഇപ്പൊ തിരികെ നടന്നു വരും. ഹീറോ ആഗ്രഹിച്ചതുപോലെ ആ ലെജൻഡറി ലീഫ് അവനെ കൊണ്ട് സ്വന്തമാക്കാൻ കഴിഞ്ഞു. പക്ഷെ എന്താ, അവർക്കിപ്പോ തിരികെ വരേണ്ട വഴിയിൽ കുറെ പ്രതിബന്ധങ്ങൾ നേരിടുകയാണ്. ഏതു വഴിയാണ് വന്നത്, ഏതു വഴിയാണ് പോവേണ്ടതെന്ന് അവർക്ക് തിരിയില്ല. ആ ഡീമൺ ആണെങ്കിൽ കുറെ കഷ്ടപ്പെട്ട് വഴിയൊക്കെ കണ്ടെത്തി ഇപ്പൊ മുൻപോട്ടേക്ക് കൊണ്ടുപോകും. ആ സമയം ഹീറോ അവൻ ഭൂമിയിലായിരുന്നപ്പോൾ എന്തൊക്കെ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി, എന്തൊക്കെ കാര്യങ്ങൾ അവൻ ഫേസ് ചെയ്തു, അതൊക്കെ ആലോചിക്കും. ചെറുപ്പം മുതലേ ഹീറോയ്ക്ക് കഷ്ടപ്പാട് മാത്രമായിരുന്നു. ഒന്ന് പഠിക്കാനോ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനോ ഹാപ്പി ആയിട്ട് ജീവിക്കാനോ ടോയ്സുകളൊക്കെ വെച്ച് മറ്റു കുട്ടികളെ പോലെ കളിക്കാനൊന്നും അവന് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ഹീറോ ചെറുപ്പം മുതലേ കടന്നു പോയത്. അതിനുശേഷം അവൻ ഈ ഡീമൺ വേൾഡിലേക്ക് എത്തിയപ്പോൾ ഹീറോയ്ക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ പഠിച്ചു. മാത്രമല്ല, അവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറി. അവന് നഷ്ടപ്പെട്ടതെല്ലാം പതിയെ പതിയെ ഒന്നൊന്നായിട്ട് അവൻ തിരികെ പിടിക്കാനായിട്ട് തുടങ്ങി. ഒരാൾ പോലും ശ്രദ്ധിക്കാതിരുന്ന ഹീറോയെ ഇപ്പോൾ ഈ ഡീമൺ ഐലാൻഡിലുള്ള അവന്റെ ഫ്രണ്ട്സും ഗ്രാൻഡ് പേയും അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും തുടങ്ങും. ചേർത്ത് പിടിക്കാനൊക്കെ തുടങ്ങിയെന്ന് ചിന്തിച്ച് അവൻ അങ്ങനെ മുൻപോട്ടേക്ക് നടന്നു വരും. അപ്പോൾ ആണെങ്കിൽ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം അവനിപ്പോ മുൻപിൽ കാണുകയാണ്. അവിടെ മുഴുവൻ നക്ഷത്രങ്ങള്, ഒരുപാട് തിളങ്ങുന്ന സ്റ്റോൺസുകള്, ലൈറ്റ്സുകള്, അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ള സ്ഥലം. അപ്പൊ ദൂരത്തായിട്ട് ഹീറോ ആണെങ്കിൽ അവന്റെ ഒരു ഇമാജിനേഷനിൽ അവന്റെ പപ്പയും അമ്മയും കാണുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ അവരുടെ അടുത്തേക്ക് ഓടി അടുക്കും. അവർ രണ്ടുപേരും പണത്തിന് വേണ്ടിയാണ് ഹീറോയെ വിറ്റത്. അവരുടെ കയ്യിലെ പണമൊക്കെ തീർന്നു പോയി. അവരാകെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന പോലെ ആയിരിക്കും ഹീറോയ്ക്ക് തോന്നുക. അവർ പണത്തിന് വേണ്ടി ഹീറോയോട് റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ട് ഹീറോയ്ക്ക് ഫീൽ ചെയ്യും. ഹീറോ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ഒരുപാട് വിഷമിച്ച് നിൽക്കുമ്പോഴേക്കും ഇമാജിനേഷനിൽ നിന്ന് പപ്പയുടെയും മമ്മയുടെയും മുഖം അത് പതിയെ അങ്ങനെ ക്ലിയർ ആവും. അതിനുശേഷം വീണ്ടും നോർമലായി ഹീറോ ചുറ്റും നോക്കി ആ സ്ഥലത്തെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കും. അതുപോലെ തന്നെ അവന്റെ പാരൻസിന്റെ അവസ്ഥ അതെന്തായിരിക്കുമെന്നും അവൻ ചിന്തിക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് വേറൊരു ഡീമൺ അവൻ അവിടേക്ക് വരികയാണ്. ആ ഡീമൺ ആണെങ്കിൽ ഹീറോയുടെ കൂടെ ആ ബീച്ച് നടക്കുന്നൊന്നും തീരെ ഇഷ്ടാവില്ല. ഹീറോ ആണെങ്കിൽ അവന്റെ കാലിലേക്ക് നോക്കും. അവന്റെ കാലിൽ നല്ല രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്. എത്രയും വേഗം അവൻ അവിടുന്ന് കടന്നു പോകണമെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ ഹീറോ പതിയെ പതിയെ ഇപ്പോൾ ഒരു ട്രോമയിലേക്ക് പോവാണ്. അവന്റെ മുൻപിൽ ഇപ്പോൾ ആസും ക്ലാരയും വന്ന് നിൽക്കുന്നതായിട്ട് അവന് തോന്നും. അവർ രണ്ടുപേരും അവനെ കുറ്റപ്പെടുത്തുകയാണ്. നീ വളരെ ബാഡാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ലഭിക്കേണ്ട സൗഭാഗ്യങ്ങൾ അത് നീ ഒറ്റയ്ക്ക് തട്ടിയെടുത്തു. ഒരു ഹ്യൂമൻ വേൾഡിൽ നിന്ന് വന്ന് ഈ ഡീമൺ ഐലാൻഡിന് തന്നെ അടക്കി ഭരിക്കാനാണ് നീ ശ്രമിക്കുന്നത്. ഇതിന് നിന്റെ മാജിക് പോലും ഫേക്ക് ആണെന്ന് പറഞ്ഞ് അവരിപ്പോ അവനെ കുറ്റപ്പെടുത്തും. അതിനുശേഷം ഗ്രാൻഡ് പേയും അസിസ്റ്റന്റ് ചേച്ചിയും അവരിപ്പോ അവന്റെ മൈൻഡിലേക്ക് വരികയാണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഫുൾ കലിപ്പില് അവനോട് ദേഷ്യപ്പെട്ട് പറയും, നീ ഞാൻ കരുതിയതുപോലെയല്ല. ഇനി ഒരു കാരണവശാലും ഈ ഡീമൺ വേൾഡിൽ നീ നിൽക്കാനായിട്ട് പാടില്ല. നിന്നെ ഈ ഡീമൺ വേൾഡിലേക്ക് കൊണ്ടുവന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അത് ഞാൻ തിരുത്താൻ പോവുകയാണ്. എത്രയും വേഗം ഞാൻ നിന്റെ പാരൻസിന്റെ കൈകളിലേക്ക് തന്നെ നിന്നെ തിരികെ കൊടുക്കും. അതിനുശേഷം അവന്റെ ഇമാജിനേഷനിലേക്ക് അവന്റെ പാരൻസ് വരും. അവരും ഇപ്പൊ അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഞങ്ങൾക്ക് വേണ്ടിയാണ് നീ ജീവിക്കേണ്ടത്. ഞങ്ങളിവിടെ കഷ്ടപ്പെടുമ്പോൾ നീ ഡീമൺ വേൾഡിൽ എല്ലാ സൗകര്യത്തോടും കൂടെ സുഖിച്ച് ജീവിക്കുകയാണല്ലേ. ഞങ്ങളുടെ അടുത്തേക്ക് നീ തിരികെ വരണമെന്ന് പറഞ്ഞ് ഇപ്പൊ അവരെല്ലാവരും അവനെ കുറ്റപ്പെടുത്തും. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ കൺട്രോൾ പോവും. അവൻ മുഴുവനായിട്ടും ഒരു ഡ്രാമയിലേക്ക് പോയി അവൻ അങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങും. കരഞ്ഞു തളർന്ന ഹീറോയ്ക്കാണെങ്കിൽ പതിയെ പതിയെ അവന്റെ മേലുള്ള അവന്റെ കൺട്രോൾ തന്നെ നഷ്ടപ്പെടുകയായിട്ട് തോന്നും. ഇനിയും ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എങ്ങനെയെങ്കിലും ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് പുറത്ത് കടന്നേ പറ്റൂന്ന് പറഞ്ഞ് അവൻ അവന്റെ റിങ്ങിൽ ടച്ച് ചെയ്ത് പതിയെ ആ മാജിക് പവർ മോഡ് അത് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ചുന്ദര ടീച്ചർ ഹീറോയ്ക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. അവൻ ആ തൂവൽ വെച്ച് ക്രിയേറ്റ് ചെയ്ത അമ്പും വില്ലും ഒക്കെ എടുത്ത് ദൂരത്തായിട്ട് നിൽക്കുന്ന ഒരു ക്യാനിനെ അങ്ങനെ ഫോക്കസ് ചെയ്യും. ചുന്ദര ടീച്ചർ ആണെങ്കിൽ നല്ലതുപോലെ അവൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുകയാണ്. നീ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് വേണം അതിലേക്ക് നിന്റെ അമ്പിനെ തൊടുത്തുവിടാൻ. ശ്വാസം മുറുക്കി പിടിച്ച് വില്ലില് അമ്പ് വലിച്ച് അവൻ അതിന് നേരെ അയക്കും. പക്ഷെ അമ്പാണെങ്കിൽ മാനത്തേക്ക് പറന്നു പോവാണ്. അവന്റെ ആക്ഷനും അമ്പയിലൊക്കെ കണ്ട് ടീച്ചർ പൊട്ടിച്ചിരിക്കും. ഹീറോ അറഞ്ചം പുറഞ്ചും ആ ക്യാനിന് നേരെ അമ്പ ഏതുകൊണ്ടേയിരിക്കും. ഒരമ്പ് പോലും അതിന്റെ അയലത്ത് പോലും എത്തില്ല. ടീച്ചർക്കാണെങ്കിൽ അത് കണ്ട് ചിരി അടക്കാനാവാതെ നിലത്തൊക്കെ വീണ് പൊട്ടിച്ചിരിക്കും. ഇവിടെ ഹീറോ അവനാകെ നാണം കെട്ട് ഒരുപാട് വിഷമത്തിൽ തല താഴ്ത്തി നിൽക്കും. ചുന്ദരി ടീച്ചറാണെങ്കിൽ അവന്റെ ഷോൾഡറിൽ തട്ടിയിട്ട് പറയും, നീ സാഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും. നമുക്ക് കിട്ടിയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സിൽ മാജിക് പവർ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ ട്രെയിനിങ് നിനക്ക് ഓൾറെഡി ഞാൻ തന്നു കഴിഞ്ഞു. അങ്ങനെയാണ് വെറും ഫെദേഴ്സ് വെച്ച് നീ അമ്പും വില്ലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പഠിച്ചത്.
സോ ഇനി നീ അറിയേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യം അത് മറ്റൊന്നുമല്ല, നമ്മുടെ എതിരാളിയെ അവറ്റകളെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് തകർത്ത് കളയുക എന്നതാണ്. ഇപ്പൊ നീ കാണുന്നത് ആ ക്യാനെയാണ്. പക്ഷെ ആ ക്യാനിന് പകരം നിന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ഒരു ബീസ്റ്റ് ആണെങ്കിൽ നീ എന്ത് ചെയ്യും ചോദിച്ച് അവളിപ്പോ ആ ക്യാനിനെ ഒരു ബീസ്റ്റ് ആക്കി മാറ്റി ഹീറോയെ കാണിക്കും. ഹീറോ ആണെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യും. അവൾ കൊടുത്ത മോട്ടിവേഷൻ അനുസരിച്ച് അവൻ അതിനെ പോയിന്റ് ചെയ്ത് വില്ലിലൂടെ വമ്പ ഫോഴ്സിൽ അമ്പ് തൊടുത്ത് വിടുകയാണ്. കറക്റ്റായിട്ട് അത് അമ്പങ്ങനെ തെറിച്ചു ചെന്ന് ആ ബേസ്റ്റ് ആയിട്ടുള്ള ക്യാനിൽ തറച്ച് കയറുകയാണ്. ക്യാൻ തകർന്ന് താഴെ വീഴും. വാവ്, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ ശരിക്കും നീ എന്റെ ശിഷ്യൻ തന്നെയായെന്ന് പറഞ്ഞ് ടീച്ചർ അവനെ ചേർത്ത് പിടിക്കും. അവളാണെങ്കിൽ വീണ്ടും വീണ്ടും ഓരോ ക്യാൻസ് സെറ്റ് ചെയ്ത് ഹീറോയോട് അതിലേക്ക് അമ്പ് തൊടുത്തു വിടാൻ പറയും. അങ്ങനെ ഒരുപാട് നേരം ഹീറോ ട്രെയിനിങ് ഒക്കെ എടുത്തുകൊണ്ടേയിരിക്കും. അവൻ ശ്വാസം വലിച്ചു വിടുന്നത് കണ്ട് അവൾ ചോദിക്കും, എന്തുപറ്റി? എന്റെ ട്രെയിനിങ് അത് കുറച്ച് ടഫായി തോന്നുന്നുണ്ടോ? ഞാൻ നിന്നെ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ അത് നിനക്ക് ഒരുപാട് ബേർഡനും ബുദ്ധിമുട്ടും ആവുന്നുണ്ടോ? അതിന് ഹീറോ പറയും, ഒരിക്കലുമില്ല. ചെറുപ്പം മുതലേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ വളരെയധികം യൂസ്ഡാണ്. എൻ്റെ പാരൻസ് എൻ്റെ പ്രായം പോലും കണക്കിലെടുക്കാതെ എന്നെ ജോലിക്ക് അയച്ചവരാണ്. ഒരുപാട് പ്രതിബന്ധങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞാൻ കടന്നു പോയത്. സോ ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടേ അല്ല. അത് കേട്ട ചുന്ദരി ടീച്ചറാണെങ്കിൽ വീണ്ടും വീണ്ടും ഒരുപാട് ബീസ്റ്റുകളെ ക്രിയേറ്റ് ചെയ്ത് അവൻ്റെ പിന്നാലെ അയക്കുകയാണ്. വലിയൊരു ടൈഗർ ബീസ്റ്റ്, വലിയൊരു സ്നേക്ക് ബീസ്റ്റ് എന്നിങ്ങനെ ഒരുപാട് ബീസ്റ്റുകളെ അവന് നേർക്ക് അയച്ചുകൊണ്ടേയിരിക്കും. ഹീറോ ആണെങ്കിൽ ആദ്യമൊക്കെ അവറ്റകളെ കണ്ട് പേടിച്ചു വിറച്ച് ചാടി ഓടും. വെള്ളത്തില്, കരയില്, ആകാശത്തില്, അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും ഹീറോ ആണെങ്കിൽ ഉഷാറായിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. അവൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ചുന്ദര ടീച്ചർ അവൻ്റെ കൂടെ തന്നെയുണ്ട്. ഹീറോയുടെ ബാലൻസ് ട്രെയിനിങ്, അതുപോലെ തന്നെ കണ്ണൊക്കെ കെട്ടി ഷൂട്ട് ചെയ്യിക്കാനും അമ്പ് ചെയ്യിപ്പിക്കാനൊക്കെ അവനെ ഏബിൾഡ് ആക്കും. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് ഹീറോ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. ടീച്ചർ അവന് കൊടുത്ത ട്രെയിനിങ്ങുകൾ, ടിപ്സ്, അതുപോലെ തന്നെ മനോധൈര്യം അതെല്ലാം തന്നെ ആലോചിച്ചും വീണ്ടെടുത്തും അവനിപ്പോ ആ ഒരു സാഡ് മൂഡിൽ നിന്ന് തിരികെ വരാൻ ശ്രമിക്കുകയാണ്. ആ ട്രോമയെ മറികടന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരിക എന്നത് മാത്രമാണ് ഹീറോയുടെ ലക്ഷ്യം. ഹീറോ ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അതിൽ നിന്ന് പുറത്തു വരികയാണ്. അവനിപ്പോ ഓക്കെയാണ്. വെറും ഒരു ഇല്യൂഷനാണ് അവനെ ഇത്രയും നേരവും കീഴ്പ്പെടുത്തിയതെന്ന് ഹീറോ തിരിച്ചറിയും. എനിക്കിപ്പോ ജയിച്ചേ പറ്റൂ, എന്റെ കഷ്ടപ്പാട് അത് വെറുതെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ ആ ലെജൻഡറി ലീഫ് ഇപ്പൊ കയ്യിൽ ചുരുട്ടി പിടിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ഹ്യൂമൻ അല്ല, ഞാനും ഇവരെ പോലെ ഒരു ഡീമനാണ്. എൻ്റെ പവർ കാണിക്കാൻ സമയമായി. ഈ ലെജൻഡറി ലീഫ് അതുമായിട്ടെത്തി എനിക്ക് തന്നെ ഈ മത്സരത്തിൽ വിജയിക്കണമെന്ന് പറഞ്ഞ് ഹീറോ അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.